IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ന് രാത്രി 7:30 മണിക്ക് ലക്നൌവിലാണ് മത്സരം. അനിൽ വാസുദേവ് മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം തത്സമയം വരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയും. ഗുഡ് മോർണിംഗ് SKN. IPL അങ്ങനെ പ്ലേ ഓഫിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. ഇനി അറിയേണ്ടത് ടോപ്പ് 2 ആരൊക്കെ എന്നുള്ളതാണ്. ഈ ടോപ്പ് 2-ൽ എത്തുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈനലിലേക്ക് ഒരു നേരിട്ട് ഒരു എൻട്രി, അതിനുള്ളൊരു വലിയ സാധ്യത തുറന്നു കിട്ടും. ക്വാളിഫയർ 1 മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുന്ന 2 ടീമുകൾ തമ്മിലാണ് മത്സരം വരിക. അവരിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്ക് മുന്നേറും. തോൽക്കുന്നവർക്ക് ചെറിയൊരു അവസരം കൂടി ബാക്കിയുണ്ട്. അവർക്ക് ഒരു നിരാശപ്പെടേണ്ട, എലിമിനേറ്റർ ജയിച്ചെത്തുന്നവരെ നേരിടാനുള്ള ഒരു അവസരം. അപ്പോൾ എല്ലാ ടീമുകളും, ഇനിയുള്ള 4 ടീമുകളും ശ്രമിക്കുന്നത് ടോപ്പ് 2 ഫിനിഷിന് വേണ്ടി തന്നെയാണ്. ഗുജറാത്തിന് ഇന്നലെ അതിന് വലിയൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഇന്നലെ തോൽവി നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു അവസരം പരമാവധി മുതലാക്കാനാണ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇറങ്ങുന്നത്. നിലവിൽ 2ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 17 പോയിന്റുമായുള്ളത്. ഇന്ന് ജയിക്കുകയാണെങ്കിൽ 19 പോയിന്റുമായി അവർ ഗുജറാത്തിനെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് ഉയരാനാകും. അടുത്ത മത്സരത്തിൽ കൂടി ജയിക്കുകയാണെങ്കിൽ അവർക്ക് ആ 1ാം സ്ഥാനം ഉറപ്പിച്ച് അവർക്ക് അങ്ങനെ കപ്പിന് അടുത്തേക്ക് ഒരു പടി അടുത്തെത്താം എന്നുള്ള ഒരു അവസരമുണ്ട്. RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നതുല്യമായ സീസണാണ്. മുമ്പൊക്കെ തന്നെ പലകുറി പഠിക്കൽ കലമുടക്കുകയും അല്ലെങ്കിൽ കയ്യിലിരുന്ന കളി കളഞ്ഞു കുളിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് വലിയ നിരാശപ്പെടുത്തുന്ന ടീമാണ്. പക്ഷേ ഇത്തവണ അവരുടെ ഭാഗ്യം തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ആരാധകർ ചിന്തിച്ചു തുടങ്ങുന്നത്. കാരണം ഏറ്റവും മികച്ച മത്സരങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് അവരുടെ ബാറ്റർമാർ ഉത്തരവാദിത്തത്തോട് ബാറ്റ് ചെയ്യുന്നു. ചെണ്ടകളെന്ന് വിളിപ്പേരുള്ള ബൗളർമാർ ഏറ്റവും നന്നായി പന്തെറിയുന്നു. എല്ലാം കൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഒത്തുവരുന്നുണ്ട്. ഇനി അവർക്ക് ഒരു 3-4 മത്സരങ്ങൾ കൂടി ഈ മികവ് ആവർത്തിക്കാനായാൽ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം നേടാനാവും. അതിനുള്ള വലിയ ശ്രമത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇറങ്ങുന്നത്. അവരുടെ മുന്നേറ്റ താരം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് തന്നെയാണ് ഇന്നും വലിയ റണ്ണ് ടീം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 505 റൺസുമായി കോഹ്ലിയാണ് അവരുടെ ടീമിലെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരൻ. മറു ടീമിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർ ഇതിനകം തന്നെ പുറത്തായി കഴിഞ്ഞു. പക്ഷേ അവർ കഴിഞ്ഞ മത്സരത്തിൽ അവർ കൊൽക്കത്തയെ അങ്ങ് തോൽപ്പിച്ച് അവരുടെ സാധ്യത അടച്ചു കഴിഞ്ഞു. ഇനി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും ഏതെങ്കിലും തരത്തിൽ അവരുടെ ടോപ്പ് 2 സാധ്യതകളെ ഒക്കെ ഒരു പാര വയ്ക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കൊണ്ടാവുമോ എന്നുള്ളതാണ് ആരാധകർ കൗതുകത്തോടെയൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളാണ്. പക്ഷേ അവർക്ക് ഈ സീസൺ അങ്ങേയറ്റം നിരാശാജനകമായി പോയി. അവരുടെ പവർ ഹിറ്റർമാർ ഒക്കെ തന്നെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ചെറിയ രീതിയിലൊക്കെ തന്നെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സീസൺ നല്ല രീതിയിൽ അവസാനിപ്പിക്കാനായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ശ്രമിക്കുക. എന്തായാലും പവർ ഹിറ്റർമാരാൽ സമ്പന്നമായ 2 ടീമുകൾ ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ, ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുമ്പോൾ, ഒരു ഉശിരൻ പോരാട്ടം, ഒരു റൺ ഫീസ്റ്റ് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.